രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഭ്രമരി പ്രാണായാമമാണ്. നമ്മുടെ തേനീച്ച മൂളുന്ന ശബ്ദം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഭ്രമരി എന്ന് പറയുന്നത്. അപ്പൊ ആ ഭ്രമരി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, ഇത് മൂക്ക്, കണ്ണ്, ചെവി, വായ്, ഈ 3 സാധനങ്ങളെ അടച്ചു പിടിച്ചുകൊണ്ട് ഭ്രമരി എന്ന് പറഞ്ഞാൽ, അതായത് മൂളൽ ശബ്ദം എന്ന് പറഞ്ഞിട്ട് മൂളൽ ശബ്ദം നമ്മുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുക. എന്നിട്ട് അതിനെ നമുക്ക് ഓങ്കാര ശബ്ദത്തിനോട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നോക്കിയോ, ഈ 2 മൂക്കും നമ്മൾ അടക്കിയല്ല ചെയ്യുന്നത്, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പിടിക്കും, കണ്ണ് അടക്കിയാണ്. ഈ 2 കൈ കൊണ്ട് നമ്മൾ ചെവി അടക്കിയാണ്. ഈ 2 കൈയില്ലേ, അപ്പം വരണോണ്ട് നമ്മൾ ചെവി അടയ്ക്കും, ഇങ്ങനെ കണ്ണടയ്ക്കും. മനസ്സിലായി? മൂക്ക് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും, ഈ വായന്റെ ഇവിടേക്കും വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് മൂക്ക് അടക്കിയല്ല ചെയ്യുന്നത്, ശ്വാസം എടുക്കുക, ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക. അതായത് മൂളൽ പോലത്തെ ശബ്ദമല്ലേ, ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്വാസം വിടുക, ശ്വാസം എടുക്കുക, ആ മൂളൽ ശബ്ദം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക. അങ്ങനെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പം അതൊരു ഓങ്കാര ശബ്ദമായിട്ട് നമ്മുടെ